ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ആത്മസംയമ യോഗം. ശ്ലോകം 26 മുതൽ. യതോ യതോ നിസ്തരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിമേത ദാത്മന്യേവ വശം നയേത്. ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് എവിടെ എവിടെ പ്രവേശിക്കുന്നുവോ അവിടെ നിന്നെല്ലാം അതിനെ പിൻവലിച്ച് ആത്മാവിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. പ്രശാന്തമനസംഹേനം യോഗിനം സുഖമുത്തമം ഉപേതിരാശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. രജോഗുണം അകന്നവനും കൽമഷം വെടിഞ്ഞവനും ശാന്ത മനസ്സോടു കൂടിയവനും മുക്തനായി തീർന്നവനുമായ യോഗിയെ ഉത്തമമായ സുഖം പ്രാപിക്കുന്നു. യുഞ്ജന്യേവം സദാത്മാനം യോഗി വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശാത്യന്തം സുഖമശ്നുതേ. ഇപ്രകാരം എപ്പോഴും ആത്മാവിൽ ഏകാഗ്രചിത്തനായി പരിശുദ്ധനായിരിക്കുന്ന യോഗി ആയാസം കൂടാതെ ബ്രഹ്മവിഷയമായ മഹാസുഖത്തെ അനുഭവിക്കുന്നു. സർവഭൂതാസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. യോഗത്താൽ ഏകാഗ്രമായ മനസ്സോടും സർവത്തിലും സമഭാവത്തോടും കൂടിയവൻ തന്നിൽ തന്നെ സർവപ്രാണികളെയും കാണുന്നു, സർവപ്രാണികളിലും തന്നെയും കാണുന്നു. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. എന്നെ എല്ലായിടത്തും കാണുന്നവനും എന്നിൽ സർവത്തെയും കാണുന്നവനും ആരോ അവൻ എന്നെ അറിയാതിരിക്കുന്നതല്ല, അവനെ ഞാനും അറിയാതിരിക്കുന്നതല്ല. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സ യോഗീസ്മൈ വർത്തതേ. സർവത്തിലും സ്ഥിതി ചെയ്യുന്ന എന്നെ ഏകഭാവത്തെ അവലംബിച്ച് ഭജിക്കുന്ന യോഗി അപ്രകാരമെല്ലാം വർത്തിച്ചാലും എന്നിൽ തന്നെയാണ് വർത്തിക്കുന്നത്. ആത്മോപമേന സർവത്ര സമം പശ്യതി അർജുന സുഖം വാ യതി വാ ദുഃഖം സ യോഗി പരമോ മതഃ. അർജുന, സർവത്തെയും തൻ്റെതെന്ന പോലെ കരുതി സുഖത്തെയും ദുഃഖത്തെയും ഒരേ പ്രകാരത്തിൽ കാണുന്ന യോഗി മഹാശ്രേഷ്ഠനാണ്. അർജുനൻ പറയുന്നു, യോ അയം യോഗസ്ഥയാ പ്രോക്തഃ സമേന മധുസൂദനം ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വസ്ഥിതം സ്ഥിരം. കൃഷ്ണ, അങ്ങ് സമത്വത്തെ ആധാരപ്പെടുത്തി ഏതൊരു യോഗത്തെ ഉപദേശിച്ചുവോ അത് എൻ്റെ മനസ്സിൻ്റെ ചഞ്ചല സ്ഥിതി കൊണ്ട് സ്ഥിരമെന്നവണ്ണം ഞാൻ കാണുന്നില്ല. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വയോരിവസു ദുഷ്കരം. കൃഷ്ണ, മനസ്സ് ചഞ്ചലവും ശോഭകരവും ബലവത്തും ദൃഢവുമാകൊണ്ട് അതിനെ നിഗ്രഹിക്കുന്നത് വായുവിനെ എന്ന പോലെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന കൗന്ദേയം വൈരാഗ്യേന ച ഗൃഹ്യതേ. അർജുന, മനസ്സ് കീഴടക്കുവാൻ കഴിയാത്തതും ചഞ്ചലവുമാണെന്നുള്ളതിൽ സംശയമില്ല. എങ്കിലും അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അതിനെ അടക്കണം. അസംയതാത്മനോ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വസ്യാത്മനാദുയതത ശക്യോ വാപ്തുമവായതഃ. മനസ്സ് കീഴടക്കുവാൻ കഴിയാത്തവന് യോഗത്തെ പ്രാപിക്കുവാൻ കഴിയുകയില്ലെന്നത് തന്നെ എൻ്റെ അഭിപ്രായം. മനസ്സിനെ കീഴടക്കിയവനും പ്രയത്നശീലനുമായുള്ളവന് ഉപായത്താൽ യോഗത്തെ പ്രാപിക്കാൻ കഴിയും. അർജുനൻ പറഞ്ഞു, അയതിഹ ശ്രദ്ധയോപേതോ യോഗാചലിതമാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ശ്രദ്ധയോടു കൂടിയവൻ തന്നെയെങ്കിലും യത്നിക്കാത്തവനും ചഞ്ചല മനസ്സായവൻ യോഗസിദ്ധിയിൽ എത്താതിരുന്നാൽ ഏതു ഗതിയെ പ്രാപിക്കും?